വൃദ്ധയായ സ്ത്രീ ഭീമാകാരമായ കല്ലിൽ എണ്ണ പുരട്ടുകയായിരുന്നു. അപ്രതീക്ഷിതമായി അത് പെട്ടെന്ന് വഴുതി അവളുടെ അരയിൽ നേരിട്ട് പതിച്ചു. സമീപത്തുള്ള അടിമകൾ ആ കാഴ്ച കണ്ട് പരിഭ്രാന്തരായി. അവരുടെ നിലവിളികൾ പരിഭ്രാന്തിയോടെ ഉയർന്നു. എന്നിട്ടും ആ വലിയ കല്ല് ഒരു കരുണയും കാണിച്ചില്ല. നിരന്തരം താഴേക്കിറങ്ങിക്കൊണ്ടിരുന്നു. ഇത് കണ്ട വൃദ്ധന്റെ കൂട്ടാളികൾ മേൽവിചാരകന്റെ അടുത്തേക്ക് ഓടി ജോലി നിർത്താൻ അപേക്ഷിച്ചു. എന്നാൽ മേൽവിചാരകൻ തണുത്തവനും നിസ്സംഗനുമായി തുടർന്നു, അവരുടെ നിലവിളികൾ അവഗണിച്ചുകൊണ്ട്. വൃദ്ധയുടെ സുരക്ഷയെക്കുറിച്ച് യാതൊരു ആശങ്കയും കാണിച്ചില്ല. ഈ നിർണായക നിമിഷത്തിൽ യങ് എമ്മ അശ്രദ്ധമായി മുന്നോട്ട് ചാടി വൃദ്ധനെ അപകടത്തിൽ നിന്ന് കരകയറ്റാൻ ശ്രമിച്ചു. എന്നാൽ ധൈര്യമുണ്ടായിരുന്നിട്ടും അവളുടെ ശക്തി കല്ലിനെതിരായിരുന്നില്ല. അവളുടെ ശ്രമങ്ങൾ വെറുതെയായി. ദുരന്തം അനിവാര്യമാണെന്ന് തോന്നിയപ്പോൾ ശില്പിയായ ഡാനിയേൽ മുന്നോട്ട് വന്നു. റോഡിലൂടെ വേഗത്തിൽ വഴുതി വീണ അദ്ദേഹം മടികൂടാതെ മേൽവിചാരകന്റെ നേരെ മുഷ്ടിച്ചുരുട്ടി. എല്ലാവരെയും അവരുടെ ജോലി നിർത്താൻ നിർബന്ധിച്ചു. എന്നിരുന്നാലും ഡാനിയേലിന്റെ പ്രവൃത്തികൾ കാരണം ഉടൻ തന്നെ പിടിക്കപ്പെട്ടു. ഭയന്ന വൃദ്ധയായ സ്ത്രീ എമ്മയോട് മോസസ് രാജകുമാരന്റെ സഹായം തേടാൻ നിർദ്ദേശിച്ചു. വാർത്ത കേട്ടയുടനെ മോസസ് രാജകുമാരൻ സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തി. തന്റെ അധികാരവും പ്രതാപവും ഉപയോഗിച്ച് വൃദ്ധയായ സ്ത്രീയെ മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷിച്ചു. മോശയുടെ കാരുണ്യപ്രവൃത്തി ഡാനിയേലിനെ വളരെയധികം സ്പർശിച്ചു. അടിമകൾ ദീർഘകാലമായി അനുഭവിച്ച കഷ്ടപ്പാടും പട്ടിണിയും രാജകുമാരനോട് വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് ധൈര്യം നൽകി. ഇതു കേട്ടപ്പോൾ മേൽവിചാരകന്റെ ക്രൂരതയിൽ മോസസ് രാജകുമാരൻ കോപാകുലനായി. എല്ലാ അടിമകളെയും ഗോതമ്പ് ശേഖരിക്കാൻ മഹാപുരോഹിതന്റെ കളപ്പുരയിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം നിർണായകമായി ഉത്തരവിട്ടു. എന്നാൽ ഈ ദയാപ്രവൃത്തിയെ രാജകുമാരൻ റാൻസി ദുരുദ്ദേശ്യപൂർവ്വം തെറ്റായി ചിത്രീകരിച്ചു. രാജകീയ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് അനുമതിയില്ലാതെ മോസസ് ഭക്ഷണം വിതരണം ചെയ്തതായി അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഫറവോനോട് മോശയെ അപവാദം പറഞ്ഞു. റാൻസി കൂടുതൽ മുന്നോട്ടുപോയി. ഫറവോന്റെ ദീർഘകാല സംശയങ്ങൾക്ക് തിരികൊളുത്തി. അടിമകൾ മോസസിനെ ഒരു ദൈവമായി ആരാധിച്ചിരുന്നെങ്കിൽ ഒരു ദിവസം അവൻ അവരെ മത്സരിക്കാൻ പ്രേരിപ്പിച്ച് ഫറവോന്റെ ഭരണത്തിന്റെ അടിത്തറ തന്നെ ഇളക്കുമായിരുന്നു. ഈ സമയത്ത് മോസസ് രാജകുമാരൻ പുതിയ നഗരത്തിന്റെ മഹത്തായ നിർമ്മാണത്തിനായി പൂർണ്ണമായും സമർപ്പിതനായിരുന്നു. ചിന്താശേഷിയും തന്ത്രപരവുമായ അദ്ദേഹം എല്ലാ വിശദാംശങ്ങളും ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്തു. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞാൽ അദ്ദേഹം സമാഹരണ ഉത്തരവ് പുറപ്പെടുവിച്ചു. അടിമകൾ ആവേശത്തോടെ പ്രതികരിച്ചു. ചുറ്റിക വീശി പൂർണ്ണ ഹൃദയത്തോടെ ലോകത്തിലേക്കെറിഞ്ഞു. 2000 അടിമകളുടെ സംയുക്ത പരിശ്രമത്തിലൂടെ ഫറവോന്റെ കിരീടധാരണം ആഘോഷിക്കുന്ന ഒരു സ്മാരകം ഒടുവിൽ പൂർത്തിയായി. ഈ സ്മാരകം ഫറവോന്റെ നേട്ടങ്ങളെ പ്രശംസിക്കുക മാത്രമല്ല, അടിമകളുടെ അക്ഷീണമായ അധ്വാനത്തിൽ രാജകുമാരൻ മോശയുടെ അസാധാരണമായ നേതൃത്വത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു.